ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 30 ഡേയ്സ് നമ്മുടെ അടുത്ത 30 ദിവസം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം നെക്സ്റ്റ് 30 ഡേയ്സ് നിങ്ങളുടെ എങ്ങനെ ആയിരിക്കും എന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബറാണ്, കൃത്യമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സന്തോഷം. വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 30 ഡേയ്സ് എങ്ങനെയുണ്ടായിരിക്കും എന്ന്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് നെക്സ്റ്റ് 30 ഡേയ്സ് ആണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നെക്സ്റ്റ് 30 ഡേയ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് 30 ഡേയ്സ്. താങ്ക് യു സ്പിരിറ്റ്. നെക്സ്റ്റ് 30 ഡേയ്സിലത്തേക്ക് നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇന്ന് കാണുകയാണെങ്കിൽ ഇന്ന് തൊട്ട് 30 ഡേയ്സിലത്തേക്ക്, അല്ല അതിനുശേഷം എപ്പോഴെങ്കിലും ആണ് നിങ്ങൾ കാണുന്നത്, എപ്പോൾ കാണുന്നോ അതിന് ശേഷമുള്ള 30 ഡേയ്സിലത്തേക്ക് നിങ്ങൾക്കത് ആപ്ലിക്കബിൾ ആയിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് 8 ഓഫ് കപ്സ്, 3 ഓഫ് വാണ്ട്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, Queen of Pentacles, the Tower, the Hermit, the Strength card, King of Wands, and the Fool card. Great. Bottom of the deck is King of Cups. Super. Excuse me. വേറൊന്നുമല്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്നു എന്നുള്ള ഒരു ഗുഡ് ന്യൂസാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ്, ഇഷ്ടമില്ലാത്ത ജോബ്, ഇഷ്ടമില്ലാത്ത സാഹചര്യം, അതിനകത്ത് നിന്നൊക്കെ വാക്ക് അവേ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ വാക്ക് അവേയിലൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ് നമ്മുടെ റിയാലിറ്റിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഗ്രോത്തും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ വരാനും, അതുമാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല ആൾക്കാരും ഡിസിഷൻ എടുക്കാനായിട്ട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വിചാരിച്ച രീതിയിൽ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരുപാട് തവണ 2 ഓപ്ഷൻസ്, അല്ലെങ്കിൽ പോണോ വേണ്ടേ എന്നുള്ള ഈ 2 കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ച് ആലോചിച്ച് അവസാനം ഫൈനലി നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് ലൈക്ക് ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വാക്ക് അവേ ചെയ്യുന്നതാണ് ബെറ്റർ. വാക്ക് അവേ ചെയ്യുന്നതാണ് ബെറ്റർ. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവണം. ഇവിടെ നിങ്ങളുടെ നെക്സ്റ്റ് 30 ഡേയ്സിനകത്ത് നിങ്ങൾ മടിച്ചു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നുകിൽ ചെയ്യിക്കാൻ വേണ്ടി ദൈവം ഇടപെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം ഇടപെടുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധനമാണ്. അത് മാത്രമല്ല, നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചിലപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ച് കൂടുന്ന കാര്യങ്ങൾക്കൊന്നും ബേസ്മെൻ്റ് ഉണ്ടാവില്ല, ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. അപ്പം ഈ അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെ പോയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിലുണ്ടായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബ് സിറ്റുവേഷൻ ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു യാത്ര ഉണ്ടായിട്ടോ ഒന്നും പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്താ ചെയ്തു തരുമെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുത്ത് മാറ്റും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി നമ്മൾ പോലും അറിയാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സിറ്റുവേഷൻ ദൈവം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. ഓക്കെ, നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചാണ് നിങ്ങൾ വെറീഡ് ആവണ്ട എന്ത് നടന്നില്ല. കാരണം നിങ്ങളുടെ ഇവിടുത്തെ സ്ട്രെങ്ത്തിൻ്റെ കാർഡിൽ കാണുന്ന മെയിനായിട്ടുള്ള എനിക്ക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്ട്രോങ് ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷനിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് നമ്മളെല്ലാവരും മെൻ്റലി വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഓക്കെ, ചില സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരാണ്, നമുക്കതിൽ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ എനർജറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആണ്. ചില സമയത്ത് നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ബോൾഡ് ആണെന്ന് എല്ലാവരെയും കാണിക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻസ്, അതായത് നമ്മൾ ബോൾഡാണ്, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ ഇനഫ് ആണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ നെക്സ്റ്റ് 30
ലേയേഴ്സിനകത്ത് ഫേസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ കാണുന്ന വേറൊരു എനർജി. ഓക്കെ, അത് മാത്രമല്ല ചില ആൾക്കാർ ഉറപ്പായിട്ട് ചെറിയ സ്പിരിച്വൽ ജേർണി അല്ല, അത് ഇൻഡെപ്ത് സ്പിരിച്വൽ ജേർണിയാണ്. ഓക്കെ, എന്താണ് കാരണം നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വലിയ കുറച്ചൊരു ഡെപ്തിലേക്കുള്ള സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിലാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലിയറായിട്ട് ക്ലാരിറ്റി എടുക്കാനായിട്ട് വിചാരിക്കുന്നതും അതനുസരിച്ച് നിങ്ങളുടെ രീതിയിൽ നമ്മൾ പറയില്ലേ, നമ്മൾ സ്പിരിച്വൽ ജേർണിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എന്തിനു വന്നു, നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇത്രയും പെയിൻ, നമ്മൾ എന്തിന് ഇത്രയും അനുഭവിക്കണം, ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്താണ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ മനസ്സിലാവാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം പോലും വരുന്നത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല സിറ്റുവേഷനും മനസ്സിലാകാതെയും അനുഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള വ്യക്തത മനസ്സിലാവാതെയൊക്കെ വന്നിട്ട് നമ്മൾ വിചാരിക്കും, ഈശ്വര എനിക്കിതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ജേണിയാണ്. കാരണം ഈ ജേണി ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗൈഡൻസ്, കാരണം ഇങ്ങനെ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടുണ്ടാകും. ഇങ്ങനൊരു ജേണി വേണോ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും ഇൻഡെപ്ത് ആവണോ, ഇൻക്ലൈൻഡ് ആവണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും ചില ആൾക്കാർക്ക്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് പറയാനുള്ളത് അതിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും സ്പിരിച്വൽ ജേണിയിലേക്ക് പുതിയതായിട്ട് കാലെടുത്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്ന് പറയും. കാര്യം ദ ഫൂൾ കാർഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ന്യൂ ബിഗിനിങ് ആവുകയാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ നടന്ന എന്താണോ, നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പെയിൻ എന്താണോ, പ്ലഷർ എന്താണോ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ നടന്നു പോയത് അതെല്ലാം ഓക്കെ, ഞാൻ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, ഇനി എനിക്കൊരു പുതിയ ബിഗിനിങ്. അത് തന്നെയാണ് ഇവിടെ ദ ഫൂൾ കാർഡിലൂടെ കിട്ടുന്ന മെയിൻ എനർജി. അപ്പം ആ ഒരു പുതിയ ജേർണിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുകയാണ്. ദ ഹെർമിറ്റ് കാർഡിലെ എന്താ പറയുക എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി റെഡി ആവണം. നമ്മുടെ ലൈഫിൽ വേണ്ടുന്ന പുതിയ കാര്യങ്ങൾക്ക്, പുതിയ സിറ്റുവേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവണം. നമ്മൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്, ഡിവൈൻ എനർജിയായിട്ട് കണക്റ്റഡ് ആവുകയാണ്, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് എടുക്കുകയാണ്. ഓക്കെ, ചില ആൾക്കാർ ഇവിടെ ലീഡർഷിപ്പ് റോളിലേക്ക് പോകുന്നു. ലീഡർഷിപ്പ് റോൾ മാത്രമല്ല, നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കര വിഷണറിയാണ്. അതായത് നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പ്ലാനുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല, റെസനേറ്റ് ആകുന്നത് മാത്രം ഇതെടുക്കുക. ഓക്കെ, ആ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മെയിൻ. അത് ഒരു ഗൈഡൻസ് കൂടെ ഉണ്ട്. കാരണം ഇങ്ങനെ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ചെന്നെത്താമെന്ന് ആരും വിചാരിക്കരുത്. ഇതിലെല്ലാവർക്കും ഉള്ള ഗൈഡൻസ് അല്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അതനുസരിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സാധനത്തിന് അതിനൊരു ബേസ്മെൻറ്റ് ഉണ്ടാവില്ല. ഈ ബേസ്മെൻറ്റ് ഇല്ലാത്ത സാധനം നമ്മൾ പൊക്കി വരുമ്പോൾ അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൊണ്ടൊന്ന് കൊളാപ്സ് ആവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്യുന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. പിന്നെ അത് മാത്രമല്ല, ആ ധാരണ ഉണ്ടാകുന്നതുകൊണ്ട് തീരുന്നില്ല, അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യുക, അതിന് ആ ബേസ്മെൻറ്റ് കൊടുക്കുക, ബേസ്മെൻറ്റിൽ നിന്ന് തുടങ്ങി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതിലാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സപ്പോർട്ട്, പല ആൾക്കാർക്കും ഇമോഷണൽ സപ്പോർട്ട് വരുന്നതായിട്ടും പല ആൾക്കാരിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് കിട്ടുന്നതായിട്ടും ഒക്കെ ഉള്ള എനർജി ഇതിനകത്തുണ്ട്. ചില ആൾക്കാരുടെ നെക്സ്റ്റ് 30 days ഫൈനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിരിക്കും. ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് നമ്മൾ പറയില്ല, നമുക്ക് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയി തുടങ്ങി, ഒരുപാട് ചേഞ്ചസ് ഫൈനാൻസ് പരമായിട്ടുണ്ട്, എന്തൊക്കെയോ എന്താ പറയുക, എൻ്റെ കയ്യിൽ പൈസ നിന്ന് തുടങ്ങി. അതാണ് മെയിൻലി ഇവിടെ ഈ പർട്ടിക്കുലർ ക്യൂനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് അറിയാം എങ്ങനെ ആ കയ്യിലുള്ള റിസോഴ്സിനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അത്രയും ഗ്രൗണ്ടഡ് ആണ്. അതുപോലെ പുള്ളിക്കാരത്തിക്ക് എങ്ങനെയാണ് ഇതിലൂടെ ഗ്രോത്ത് കൊണ്ടുവരാം, ബ്ലെസ്സിങ്സ് കൊണ്ടുവരാം, എന്തൊക്കെ എന്താണ് കാര്യങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാം എന്നുള്ളത് പുള്ളിക്കാരത്തിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ജേർണി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്ന ഒരു നമ്പർ 911 ആയിരിക്കും. 911. ഓക്കെ, എനിക്കത് നമ്പർ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നൊരു നമ്പറാണ് 911. ഇപ്പം ഞാൻ തൊണ്ട ഒരുപാട് ഡ്രൈ ആയപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തപ്പോൾ കണ്ട നമ്പറും ഡ്രൈ അല്ല, 911 ആയിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും 911 ഓക്കെ, പിന്നെ നെക്സ്റ്റ്
8 days, ഓക്കെ, നെക്സ്റ്റ് 8 days ഇത് കണ്ടു തുടങ്ങി 8 daysനകത്ത് നിങ്ങളിൽ ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ്, അതായത് നമുക്ക് പല ഇമോഷൻസും നമുക്ക് തന്നെ മനസ്സിലാവാത്ത ഇമോഷൻസ് വരിക, അതിനെ നമ്മൾ ഹീൽ ചെയ്യുക. പല ഇമോഷണൽ ഹീലിങ്ങിൻ്റെ ഒരു ടൈമായിരിക്കും നെക്സ്റ്റ് 8 days എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്താ എൻ്റെ ഇഷ്യൂ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, എസ്പെഷ്യലി സോളാർ പ്ലെക്സസ് മെഡിറ്റേഷൻ. ഓക്കെ, ആ ഇഷ്യൂ മനസ്സിലാക്കാനും അതനുസരിച്ച് ആക്ടിവേറ്റ് ചെയ്യാനും ആക്ഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് സോളാർ പ്ലെക്സസ് മെഡിറ്റേഷൻ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട്, ലൈക്ക് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, എത്ര വിചാരിച്ചാലും പൈസ നിൽക്കുന്നില്ല, കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വരുന്നതറിയാം പോകുന്നതറിയാം, കയ്യിലൊന്നും നിൽക്കുന്നതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് സിറ്റുവേഷൻ എങ്കിൽ റൂട്ട് ചക്ര മെഡിറ്റേഷൻ. ഇത് എത്ര പേർക്ക് റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. റൂട്ട് ചക്ര മെഡിറ്റേഷൻ ഉറപ്പായിട്ട് ചെയ്യുക. പിന്നെ അടുത്ത നിങ്ങളൊരു സെറ്റ് ഓഫ് ജേർണിക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു സമയം വരികയാണെങ്കിൽ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ക്ലിയർ ചെയ്യുക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെയൊക്കെ വാർഡ്രോബിനകത്ത് ഒരുപാട് സാധനം എക്സസ് ആയിട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു, യൂസ് ചെയ്യുന്നതേ ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതിനെ റിമൂവ് ചെയ്ത് ആർക്കാണോ ആവശ്യക്കാർ അവർക്ക് കൊടുക്കുക. അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ പറഞ്ഞ അലമാരയിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കാമെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ആദ്യത്തെ ചോദ്യം. പക്ഷേ അവിടെ നിന്ന് തുടങ്ങണം, നമ്മൾ സ്പേസ് ഉണ്ടാക്കി തുടങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഇതൊക്കെ നമ്മുടെ എല്ലായിടത്തും സ്പേസ് ഉണ്ടാവണം. നമ്മുടെ ബ്ലെസ്സിങ്സ് വരാൻ നമ്മളെപ്പോഴും സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സ്പേസ് ഉള്ളിടത്ത് മാത്രമേ ബ്ലെസ്സിങ്സ് വരുള്ളൂ. അപ്പോൾ ആ സ്പേസിന്, കാരണം ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വാർഡ്രോബിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ 1.5-2 വർഷം ചിലപ്പോൾ 3 വർഷമായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു എന്താ പറയുക, എനർജി അവിടെ തന്നെ അങ്ങനെ സ്റ്റക്കായിരിക്കുകയായിരിക്കും. ആ സ്റ്റക്ക് എനർജിയിൽ നമ്മുടെ ബ്ലെസ്സിങ്സ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാനും പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, പലർക്കും വേണ്ടിയിട്ട് എന്താ പറയുക, പലർക്കും ഒരു ഹെൽപ്പാവും, ബ്ലെസ്സിങ് ആവും. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനിത് ഇച്ചിരി ലേറ്റ് നൈറ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. കൺഫ്യൂസ്ഡ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനെന്തായാലും കൺഫ്യൂസ്ഡ് അല്ല. ഈ എനർജി എനിക്ക് വളരെ ഇഷ്ടമുള്ള എനർജീസാണ് ഇതിനകത്തുള്ള എല്ലാം. കാരണം പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ജേണിയാണ്. ലൈക്ക് നമുക്ക് ഫൈനാൻഷ്യലി സൗണ്ട് ആവണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ സ്പിരിച്വാലിറ്റിയിൽ വളരെ ക്ലിയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ ലൈഫിൽ റെലവൻ്റ് അല്ലാന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്ന് വോക്ക് അവേ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജേർണിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 30 ഡേയ്സിനകത്ത് ഒരു പോസിറ്റീവ് ജേർണി. ഓക്കെ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂട്ടത്തോട് ചേരുന്നു, ഒരുപാട് ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് 30 ഡേയ്സ് വളരെ വളരെ റെലവൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, പ്രാർത്ഥിച്ച് ഭഗവാനെ എങ്ങനെയാണോ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഫൈനലി എന്ത് ഗൈഡൻസ് ആണുള്ളതെന്ന് കൂടെ നോക്കാം. ഫൈനൽ ഗൈഡൻസ് ഫോർ നെക്സ്റ്റ് 30 ഡേയ്സ് ആണ് സ്പിരിറ്റ്. ഫൈനൽ ഗൈഡൻസ് ഫോർ നെക്സ്റ്റ് 30 ഡേയ്സ്. താങ്ക് യു. I am the ഏഞ്ചൽ ഓഫ് മാരേജ് ആൻഡ് ഐ എം അസിസ്റ്റിംഗ് യു റൈറ്റ് നൗ. ചില ആൾക്കാർക്ക് ഇത് മാരേജിൻ്റെ എനർജിയാണ്. ഇവിടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇത് കപ്പിൾസ് ആണോ എന്ന് ചോദിച്ചാൽ കപ്പിൾസ് ആയിക്കൂടാത്ത ആൾക്കാരല്ല. ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും നല്ല മാച്ചായിട്ടുള്ള കപ്പിൾസാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് മാരേജിൻ്റെ നെക്സ്റ്റ് 1 മന്തിൽ മാരേജ് 30 ഡേയ്സിനകത്ത് മാരേജിൻ്റെ എനർജി ഉണ്ട്. ഗ്രേസ് ആൻഡ് അറ്റോൺഡ് to help heal the situation, see the other person's point of view with compassion. ചില സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാത്രം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പോരാ, മറ്റുള്ളവരുടെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം. നെക്സ്റ്റ് 30 ഡേയ്സ് നിങ്ങളത് പലതും തിരിച്ചറിയുന്നൊരു സമയമായിരിക്കും. നെക്സ്റ്റ് 30 ഡേയ്സിൽ നെക്സ്റ്റ് ഫൈനൽ കാർഡ്
I bring you a message from your deceased loved one. I am happy at peace and I love you very much. Please don't worry about me. നിങ്ങൾ ഏതെങ്കിലും പാസ്ഡ് ആൻഡ് ലവ്ഡ് വണ്ണിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അവരൊട്ടും വിഷമത്തിലല്ല. ഓക്കെ, അവരുടെ എന്താ പറയുക, അവർ ഹാപ്പിയാണ്, അവർ മനസ്സമാധാനത്തിലാണ്. ഓക്കെ, ബട്ട് പീസിലാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് എന്നാണ് അവരുടെ മെയിൻ ഗൈഡൻസ്. ഓക്കെ, നിങ്ങളുടെ ആരെങ്കിലും ലൈഫിൽ സഡനായിട്ട് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നി പലതും പറഞ്ഞില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് തന്നെയാണ്. യു ആർ ഫ്ലൈയിങ് ഹൈ റൈറ്റ് നൗ വിച്ച് മേ ത്രെട്ടൺ അതേഴ്സ് ബട്ട് ഡോണ്ട് ഡിസെൻറ്റ് ബിക്കോസ് അതേഴ്സ് വിൽ സൂൺ ബിക്കം ഇൻസ്പയർഡ് ബൈ യുവർ എക്സാമ്പിൾ. നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നതായിരിക്കാം ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഓക്കെ, ചില സമയത്ത് അത് മറ്റുള്ളവർക്കൊക്കെ തോന്നുമായിരിക്കും, ഈശ്വരൻ ഇത് എവിടെ പോകുന്നു പുള്ളിക്കാരത്തിൽ നിന്നൊക്കെ തോന്നും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം ആ തോന്നുന്ന ആൾക്കാർ തന്നെ നമ്മുടെ ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കും. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും പാർട്ട്ണർഷിപ്പാണ്. മാരേജിൻ്റെ കാര്യം പറഞ്ഞു. അലോ ഹെൽപ്ഫുൾ സപ്പോർട്ടീവ് പാർട്ട്ണർഷിപ്പ് ഇൻ ടു യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് കരിയർ ആൻഡ് ബോത്ത് പാർട്ടീസ് ബെനിഫിറ്റ് ആസ് എ റിസൾട്ട്. യു ആർ റിസീവിങ് ഹെൽപ്പ് ഫ്രം ഹെവൻ ആൻഡ് ഫ്രം എ പേഴ്സൺ ഹൂ ബ്രിങ്സ് നീഡഡ് സ്കിൽ ആൻഡ് റിസോഴ്സസ്. നമ്മൾ ഹെൽപ്പ് കിട്ടുമെന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹെൽപ്പ് നെക്സ്റ്റ് 30 ഡേയ്സിലത്തേക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 30 ഡേയ്സിലത്തേക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കണക്റ്റ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.